ഗ്രാമപഞ്ചായത്ത് ശ്രീമതി രജനി ശിവാനന്ദനെ ക്ഷണിക്കുന്നു. ഈരാറ്റുപേട്ടയിലെ ജനകീയ ആവശ്യങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിക്കുന്നത് അതിനായുള്ള അനേകം നിയമ പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകുന്ന വ്യക്തിത്വം. ചുരുക്കിയ നാളുകൾ കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ ബറക്കാത്ത് കുടുംബാംഗം കൂടിയായ വ്യക്തിത്വം. അടുത്ത ഉപഹാരം സമർപ്പിക്കുന്നത് ഈരാറ്റുപേട്ട നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് നെയ്യാർ. എമർജൻസി നന്മക്കൂട്ടം ദുരന്തമുഖങ്ങൾ സേവനങ്ങളുടെ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് ഈ എമർജൻസി നന്മക്കൂട്ടം. ദുരിതങ്ങളിലും അക്ഷരങ്ങൾക്ക് താങ്ങാവുന്ന ഈ സന്നദ്ധ പ്രവർത്തകരുടെ ത്യാഗ പരിശ്രമങ്ങൾ അനേകം മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ദുരന്തമുഖങ്ങൾ നിസ്സഹായതയോടെ നിലവിളിച്ചവർക്ക് ആശ്വാസത്തിന്റെ സ്നേഹതരമായി മാറിയ ഈ എമർജൻസിക്ക് നന്മക്കൂട്ടത്തിലും നാടിന്റെ ആളുകൾ. അടുത്ത ഉപഹാര സമർപ്പണത്തിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈരാറ്റുപേട്ട യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ എ.എൻ. ഭാഗത്തെ ക്ഷണിക്കുന്നു. ഡയാലിസിസ് സെന്റർ, ഡയഗ്നോസ്റ്റിക് സെന്റർ, പാരാപീഡിയ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, കമ്മ്യൂണിറ്റി സൈക്കാട്രിക് സെന്റർ, ചൈൽഡ് ഹെൽത്ത് സെന്റർ, റിഹാബ് സെന്റർ, ഫാർമസി, മെഡിക്കൽ ഉപകരണ വിതരണ കേന്ദ്രം, ആംബുലൻസ്, പാലിയേറ്റീവ് മൗണ്ടിംഗ് സർവീസ് തുടങ്ങിയ സേവന സംരംഭങ്ങൾ നടത്തുന്ന തലങ്ങൾ നാടിന്റെ ആദരം. കരുണ ആരോഗ്യ പരിപാലന രംഗത്തും ജീവകാരുണ്യ മേഖലയിൽ ഒരുപോലെ ശോഭിക്കുന്ന കൂട്ടായ്മ. വെട്ടിപ്പറമ്പിലെ കരുണ അഭയ കേന്ദ്രവും കരുണ പാലിയേറ്റീവ് സെന്ററും നൂറുകണക്കിന് ആളുകൾക്കാണ് ആശ്വാസം നൽകുന്നത്. അടുത്ത ഉപഹാര സമർപ്പണത്തിനായി അങ്കാളമ്മൻ ഗോകുൽ പ്രതിനിധി ശ്രീ ശശികുമാറിനെ ക്ഷണിക്കുന്നു. വിലപിടിപ്പേറിയ വിവാഹ വസ്ത്രങ്ങൾക്ക് മുന്നിൽ പകച്ചുനിന്ന അനേകർക്ക് ആശ്വാസത്തിന് തീരുമാനമായി മാറിയ പാവപ്പെട്ട വധുവരന്മാർക്ക് വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി നൽകിയും വധുവിനെ അണിയിച്ചൊരുക്കിയും ഇവർ കാട്ടിയത് സേവനത്തിന്റെ മറ്റൊരു മനോഹരമാണ്.
അടുത്ത ഉപഹാരം സമർപ്പിക്കുന്നത് ഇരട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീകല ടീച്ചർ വിതരണം ക്ഷണിക്കുന്നു. ഈ ന്യൂസ് ചുരുങ്ങിയ കാലത്തിനിടയിൽ ഈരാറ്റുപേട്ടയിൽ ചലനം സൃഷ്ടിച്ച പ്രാദേശിക ന്യൂസ് ചാനലാണ് ഈ ന്യൂസ്. അടുത്ത ഉപഹാരം സമർപ്പിക്കുന്നത് ഈരാറ്റുപേട്ട നഗരസഭാ അധ്യക്ഷ ശ്രീമതി സുഹറ അബ്ദുൽ റഹ്മാൻ. പ്രാദേശിക ചാനലായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു പൂഞ്ഞാർ ന്യൂസ്. നിഷ ക്ലോത്തിംഗ് ഫാക്ടറിയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലമായി സ്തുത്യത സേവനമനുഷ്ഠിക്കുന്ന ലൈലാസ വിജയമ്മ ബാബു മോളിമാർ ഉപഹാര സമർപ്പണം പൂർത്തിയായിരുന്നു. ഒരു ഉപഹാര സമർപ്പണം കൂടെ